നമസ്കാരം. വാർത്താ വിചാരത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിൻ്റെ ഭാവി യാത്ര എങ്ങോട്ട് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇപ്പോൾ ആർക്കും കൃത്യമായൊരു മറുപടി പറയാൻ കഴിയില്ല. കാരണം ഭരിക്കുന്ന പാർട്ടി തന്നെ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അവർക്ക് തന്നെ കൃത്യമായി പറയാൻ കഴിയാത്ത ഒരവസ്ഥ. പണ്ടൊക്കെ പല കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ചെയ്യുവാനും അത് കാൽക്കുലേറ്റ് ചെയ്ത് അവതരിപ്പിക്കുവാനും ഒപ്പം തന്നെ ഭരണ സംവിധാനങ്ങളെ നിയന്ത്രിക്കുവാനുമൊക്കെയുള്ള ഒരു കെൽപ്പും കഴിവുമൊക്കെ സഖാവ് പിണറായി വിജയന് 2016 ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല കേട്ടോ. കാരണം ആ 2016 പിണറായി വിജയൻ്റെ സർക്കാരുമൊക്കെ വളരെ ഗംഭീരമായി സംസ്ഥാനത്തെ ഭരണത്തെ നിയന്ത്രിച്ചിരുന്ന ഒരു ഘട്ടമായിരുന്നു. പക്ഷേ എവിടെയോ 2018 പ്രളയകാലം മുതൽ അങ്ങോട്ട് ചിലപ്പോൾ ദിശ തെറ്റിയ ഒരു യാത്രയായിരുന്നു കേരളത്തിലെ ഭരണ സംവിധാനത്തിന് എന്ന് പറയേണ്ടി വരുന്നതിൽ ദുഃഖവുമുണ്ട്. എല്ലാ കാലത്തും എല്ലാ കൺകെട്ട് വിദ്യകളും ഒരിക്കലും ഫലിക്കണമെന്നില്ല. അതാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത്. കാരണം പലതരത്തിലുള്ള ക്രമീകരണങ്ങൾ നടപ്പിലാക്കുകയും ഭരണ സംവിധാനങ്ങൾ ഉപയോഗിക്കുകയും ഒപ്പം തന്നെ ഭരിക്കുന്നവർ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള വാദങ്ങൾ അഭിമുഖീകരിക്കുകയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യത്തിൽ പലതരത്തിലുള്ള പൊടിക്കൈകളും പ്രയോഗിക്കാറുണ്ട്. പക്ഷെ അതൊന്നും പലപ്പോഴും ഏൽക്കാറില്ല, ചിലതൊക്കെ ഏൽക്കാറുമുണ്ട്. അതുകൊണ്ടാണ് 2021 തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാം വീണ്ടും അധികാരത്തിലേക്ക് എത്തുവാൻ പിണറായി വിജയന് കഴിഞ്ഞതും തുടർഭരണം CPM നേടിയെടുത്തതും. അത് ചരിത്രമായി തന്നെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുമുണ്ട്. പക്ഷേ ഇവിടെ എല്ലാ കാലവും അങ്ങനെ എല്ലാ കൺകെട്ട് വിദ്യകളും പണ്ടേ പോലെ ഫലിക്കണമില്ല എന്ന് പറയേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്കറിയാം മാഷാ അള്ളയും കാഫിറുമൊക്കെ ഇപ്പോൾ മലയാളികൾക്ക് സുപരിചിതമായി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കാഫിറും അതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പിലെ മാഷാ അള്ളയുമൊന്നും ആരും മറന്നു കാണിട്ടില്ല. ഒപ്പം തന്നെ TP ചന്ദ്രശേഖരനെ എല്ലാവരും ഓർക്കുന്നുമുണ്ട്. ഷാഫി പറമ്പിൽ ലോക്സഭയിലേക്ക് വിജയിച്ചു കയറുന്നതിൽ കാഫിർ വഹിച്ച പങ്കും നമ്മൾ മറന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ മലയാളിക്ക് ചിരപരിചിതമായ ആ വാക്കുകളിൽ നിന്ന് വ്യത്യസ്തമായി കാലം മായ്ച്ചു കളഞ്ഞ കലാപങ്ങളുടെ പിന്നാമ്പുറങ്ങൾ അത് ചികഞ്ഞാൽ കിട്ടും അത്തരത്തിലുള്ള ചരിത്രങ്ങൾ എന്ന് പറയപ്പെടുന്നത്. ആ ചരിത്രം പോലും ചിലപ്പോൾ നാണിച്ചു പോകുന്നതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ലോക ചരിത്രത്തിൽ ആദ്യമായി ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ വിമോചന സമരകാലത്ത് നെഹ്റു ചോദിച്ച ആ ചോദ്യം ഇന്നിപ്പോൾ കേരള ജനത പിണറായി വിജയനോടായി ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഇത്രയും വോട്ടുകൾ നൽകി രണ്ടാം തവണ അധികാരമേൽപ്പിച്ച ക്യാപ്റ്റൻ പിണറായി വിജയൻ്റെ ഭരണത്തിൻ്റെ അവസാന ആണിക്കല്ല് അങ്ങ് നിലമ്പൂരിൽ നിന്നും ഇപ്പോൾ AKG സെൻറ്ററിലേക്ക് എത്തുമെന്ന് തന്നെയാണ് കണ്ണൂരിലെ മൂത്ത സഖാക്കന്മാരിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സഖാക്കന്മാരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ അതാണ് ആദ്യം സൂചിപ്പിച്ചത്, ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുന്നവരുടെ കൂട്ടത്തിൽ പിണറായി വിജയനും ഉണ്ടാകുമെന്നുള്ളത്. നമുക്കറിയാമല്ലോ ഇന്ത്യയിൽ RSSന് ഏറ്റവും കൂടുതൽ ശാഖകൾ ഉണ്ടായിരുന്ന കേരളത്തിൽ BJPക്ക് വേരോടാതിരുന്നതിന് 2 കാരണങ്ങളുണ്ടായിരുന്നു. അന്ന് നമുക്കറിയാം കേരളത്തിലെ ലീഡറായിരുന്ന കെ കരുണാകരൻ എല്ലാ മാസവും 1-ാം തീയതി ആകുമ്പോൾ ഗുരുവായൂർ ദർശനം നടത്തിയിരുന്നു. അങ്ങനെ ആ ദർശനം നടത്തിയിരുന്നത് കൊണ്ട് തന്നെ അന്ന് സവർണരായിട്ടുള്ള ഹിന്ദുക്കൾ അവരുടെ ആത്മീയ നേതാവായിട്ട് ലീഡർ കെ കരുണാകരനെ മനസ്സിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വസ്തുത. അതൊരു കാര്യമായി നമുക്ക് വേണമെങ്കിൽ പറയാം. രണ്ടാമത്തത്, ഈ OBC വിഭാഗത്തിലെ ചില ചാവേറുകൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചോരയോടുള്ള ഒരു താല്പര്യം കാരണം അവർ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അവരുടെ BJPയായി മനസ്സിൽ പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ്. അങ്ങനെ സവർണ മേധാവിത്വത്തിൻ്റെ മൂഡിലാണെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചോരയുടെ താല്പര്യത്തിൻ്റെ കാരണത്തിലാണെങ്കിലുമൊക്കെ RSSന് അല്ലെങ്കിൽ BJPക്ക് ഇവിടെ ഇടം തൊടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. ആ കാലഘട്ടത്തിൽ പലപ്പോഴും നമുക്കറിയാവുന്ന വസ്തുതകൾ അങ്ങനെ BJPയോടൊപ്പം അനുകൂലമായൊരു സാഹചര്യം കേരളത്തിൽ മാത്രം ഉണ്ടാക്കിയെടുക്കാൻ കഴിയാതായി പോയത് എന്തുകൊണ്ടെന്നൊരു ചോദ്യം പലരും ചോദിച്ചിരുന്നു ഈ അടുത്ത കാലഘട്ടം വരെ. നമുക്കറിയാമല്ലോ ഇപ്പോൾ തൃശ്ശൂരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ, തൃശ്ശൂരിലെ പൂരം കലക്കലടക്കമുള്ള കാര്യങ്ങൾ, ആ പൂരം കലക്കി സുരേഷ് ഗോപി വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തതിന് പിന്നിൽ ADGPയുടെ കരങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ ചിലപ്പോൾ ചിലരെങ്കിലും മൂക്കത്ത് വിരൽ വെച്ച് കാണുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്നിപ്പോൾ നമുക്കറിയാം പൂരം കലക്കലുകൾ അല്ലെങ്കിൽ പൂരം കലക്കുകാരൊക്കെ ഈ കളികളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും ഇന്നലെയൊന്നുമല്ല ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരുന്നത് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഞാനിതിലൂടെ മുന്നോട്ട് വെക്കുന്നത്. അതായത് 1972 നടന്ന തലശ്ശേരി കലാപം മുതൽ 1991 പാലക്കാട്ടെ സിറാജുനിസ വധത്തോടനുബന്ധിച്ച് നടന്ന കലാപം, പിന്നെ 1992 പൂന്തുറ കലാപം, 1995 വിഴിഞ്ഞം കലാപവും, 2006 തലശ്ശേരി ഫസൽ വധവും, 2009 ഭീമാപ്പള്ളി വെടിവെപ്പും ഇതെല്ലാം
മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമാക്കിയുള്ള രാഷ്ട്രീയ കളികൾ മാത്രമായിരുന്നു എന്ന് ഇത് കളിച്ചവർക്കൊക്കെ നന്നായിട്ട് അറിയാമെന്നുള്ളതാണ്. പക്ഷെ അതൊന്നും പേടിച്ചിട്ട് ആരും ഉറക്കെ പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ ഇവിടെ കാലം മാറി. ഈ കാലം മാറിയതോടെ യുവാക്കളിലൊക്കെ ഒരു വലിയ ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ കൂടി. അത് കൂടിയതിനാലും സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം തുറന്നു പറയുന്നതിനാലുമൊക്കെ ഈ പൂരം കലക്കൽ പോലുള്ള കലാവിദ്യകൾ ജനത്തിന് അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഈ പറഞ്ഞ അല്ലെങ്കിൽ കലക്കൽ വിദിതന്മാർക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ട് മനസ്സിലായില്ല എന്നുള്ളതാണ് നമുക്കറിയാമല്ലോ. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ സിറാജുനിസ എന്ന രക്തസാക്ഷിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഈ സിറാജുനിസ എന്ന 11 വയസ്സുകാരി, ആ പെൺകുട്ടി തൻ്റെ ബന്ധുവിനോടൊന്നിച്ച് വീടിൻ്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരള പോലീസിൻ്റെ വെടിയേറ്റ് മരിക്കുകയാണ്. ആ സംഭവത്തിൽ പോലീസിൻ്റെ FIR പ്രകാരം സിറാജുനിസ എന്ന പ്രതി 300ഓളം പേരടങ്ങിയ സംഘത്തോടൊപ്പം അവിടെയുള്ള ബ്രാഹ്മണ കേന്ദ്രം ആക്രമിക്കുവാൻ മുന്നിട്ടിറങ്ങി എന്നായിരുന്നു അന്നത്തെ വാർത്ത. നമുക്കറിയാം, അന്നത്തെ BJP അധ്യക്ഷൻ, ദേശീയ അധ്യക്ഷനായിരുന്ന മുരളി മനോഹർ ജോഷി കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച ഏകതാ യാത്ര, ആ ഏകതാ യാത്ര പാലക്കാട് ജില്ലയിലൂടെ കടന്നു പോയതിന് പിന്നാലെയാണ് ഈ മേപ്പറമ്പിന് സമീപം വർഗീയ സംഘർഷം ഉടലെടുത്തത് എന്നുള്ളത് ചരിത്രമായി നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. ഇവിടെ നമുക്കറിയാം, ഓരോ കാലഘട്ടത്തിലും ഓരോരുത്തരും ഓരോ തരത്തിൽ ഇതിനെയൊക്കെ വളച്ചൊടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. പലതരത്തിൽ വിവാദപര പുരുഷന്മാരിവിടെ ഉണ്ടായിട്ടുണ്ട്. അതായത് IPSകാരടക്കമുള്ള IASകാരടക്കമുള്ള വിവാദ പുരുഷന്മാരുണ്ടായിട്ടുള്ള ഭൂമിയാണ് കേരളം എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. ആ വിവാദ IPSകാരന്മാർ പിന്നെ സ്വന്തക്കാരായി മാറുന്നത് വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. കേരളത്തിലെത്തിയ IPSകാരിൽ ഏറ്റവും അധികം വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കുമൊക്കെ വിധേയനായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്, രമൺ ശ്രീവാസ്തവ. അദ്ദേഹമായിരുന്നു ഈ സമയം പാലക്കാട് കളക്ടറേറ്റിൽ മന്ത്രി TM ജേക്കബിൻ്റെ അധ്യക്ഷതയിൽ ഒരു അവലോകന യോഗം നടക്കുന്ന സമയമായിരുന്നു. കളക്ടർമാർക്ക് പോലീസ് വയർലെസ് അന്നുണ്ടായിരുന്നു. വെടിവെക്കാനുള്ള ആക്രോശം വയർലെസ്സിലൂടെ കേട്ട മന്ത്രി കളക്ടറോട് വയർലെസ് ഓൺ ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. വയർലെസ്സിലൂടെ മുഴങ്ങിക്കേട്ട ആക്രോശത്തിന് KE ഇസ്മായിൽ, VC കബീർ, K കൃഷ്ണൻകുട്ടി തുടങ്ങിയ നേതാക്കൾ സാക്ഷികളായിരുന്നു എന്നുള്ളത് ചരിത്രമാണ്. എന്നാൽ ആരും എവിടെയും സാക്ഷി പറഞ്ഞില്ല. അന്ന് കൊളക്കാടൻ മൂസ ഹാജി സുപ്രീം കോടതി വരെ കേസ് നടത്തിയെങ്കിലും അതിന് ഒരു ഫലവും ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ അതെല്ലാം പഴയ ചരിത്രങ്ങളായി, പഴയ ഫയലുകളായി മാറുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ചരിത്രത്തിൻ്റെ താളുകളിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എത്രയൊക്കെ ചികഞ്ഞ് നമ്മൾ വകമാറ്റി ചിന്തിച്ചു നോക്കിയാലും ഒരിക്കലും സത്യം പുറത്തു വരുവാനുള്ള ശ്രമം നടത്തുവാൻ പലപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ പലപ്പോഴും IPSകാരോ IASകാരോ ഒക്കെ പോലീസിൻ്റെ വിടുപണി ചെയ്യുകയും അല്ലെങ്കിൽ സർക്കാരിൻ്റെ വിടുപണി ചെയ്യുകയും ചെയ്യുന്ന കാഴ്ച ഇന്ന് തുടങ്ങിയതല്ല. നമ്മൾ എന്ന് ഇവിടെ മന്ത്രിസഭാ സംവിധാനങ്ങൾ ജനാധിപത്യ വ്യവസ്ഥയിലൂടെ ഉണ്ടാക്കിയെടുത്തോ അന്നു മുതൽ തുടങ്ങിയതാണ്. ഒരിക്കൽ നമുക്കറിയാം, ഇപ്പോൾ തന്നെ നമുക്ക് CPMൻ്റെയും പിണറായിയുടെയും ഒക്കെ ഏറ്റവും വെറുക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ഒരാളായിരുന്നു ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്ന ശ്രീവാസ്തവ എന്ന് പറയപ്പെടുന്ന, അതായത് രമൺ ശ്രീവാസ്തവ. പിന്നീട് അദ്ദേഹം ആരായി മാറി? പിന്നീട് അദ്ദേഹം അതേ മുന്നണിയുടെ മുഖ്യമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവാകുകയാണ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതായത് പിണറായി സർക്കാരിന് ഏറെ പേരുദോഷം കൽപ്പിച്ച പോലീസ് നിയമ ഭേദഗതിയിലും ഇതേ ശ്രീവാസ്തവയാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ പഴയ ചാരക്കേസ് അറിയാമല്ലോ. ആ ചാരക്കേസിനെ തുടർന്ന് രമൺ ശ്രീവാസ്തവയ്ക്കെതിരെ നടത്തിയ പ്രസംഗം നിയമസഭാ രേഖകളിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. രാജ്യദ്രോഹ പ്രവർത്തനം നടത്തിയ IG എന്നാണ് അന്ന് പിണറായി വിജയൻ ഈ രമൺ ശ്രീവാസ്തവയെ വിശേഷിപ്പിച്ചത് എന്ന് ചരിത്രമറിയാവുന്ന ചരിത്രകാരന്മാർ അടക്കമുള്ള മലയാളികൾക്ക് അറിയാമെന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മുരളി മനോഹർ ജോഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുരളി മനോഹർ ജോഷിയുടെ യാത്രയ്ക്ക് നേരെ അന്ന് പള്ളിയിൽ നിന്നും ചെരുപ്പേർ നടത്തിയത് വെളിയിൽ നിന്നും വന്നിറങ്ങിയ കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകളായിരുന്നു എന്നുള്ള ആരോപണമടക്കം അന്ന് നിലനിന്നിരുന്നു. പിന്നീടാണ് നാട്ടുകാർക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടിയത് എന്നുള്ളതാണ്. പക്ഷേ സത്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നതിന് മുൻപേ തന്നെ പോലീസിൻ്റെ FIRഉം ജസ്റ്റിസ് യോഹന്നാൻ കമ്മീഷനും അവരുടേതായിട്ടുള്ള വിധികൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഇല്ലാത്ത ഇലക്ട്രിക് പോസ്റ്റിൽ തട്ടി ചീട്ടുകളായി തെറിച്ച വെടികുണ്ടയാണ് സിറാജുനിസയുടെ തലയിൽ കൊണ്ടത് എന്നാണ് ജസ്റ്റിസ് യോഹന്നാൻ കമ്മീഷനും കണ്ടെത്തിയത് എന്നുള്ളതാണ്. ആ റിപ്പോർട്ടിനെതിരെ നിയമസഭയിൽ പ്രതിഷേധമുയർത്തിയ ഇന്നത്തെ മന്ത്രി K കൃഷ്ണൻകുട്ടിയും മുൻ മന്ത്രി KE ഇസ്മായിലും അവരുടെ പാർട്ടികളുമൊക്കെ ക്രമേണ സിറാജുനിസയെ മറന്നുപോയി എന്നുള്ളതാണ്. ഇനി പൂന്തുറ കലാപത്തിന് പിന്നിലേക്ക് പോയാലോ? പൂന്തുറ കലാപത്തിന് പിന്നിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഇടതുപാളയത്തിലുണ്ടായിരുന്ന അഖിലേന്ത്യാ ലീഗും
അവർ ഒന്നായതിനു ശേഷം 1991 കേരള അസംബ്ലിയിൽ മുസ്ലിം ലീഗിന് 19 സീറ്റുകൾ കിട്ടിയപ്പോൾ ഞെട്ടിയ പാർട്ടികൾ അന്നത്തെ പൂന്തുറയിലെ വിമതനായ യൂത്ത് കോൺഗ്രസ് നേതാവിനെ കൂട്ടുപിടിച്ചുണ്ടാക്കിയ ഒരു കളിയായിരുന്നു ഈ പൂന്തുറ കലാപം എന്നൊരു മറുവാദം കൂടി നിലനിൽപ്പുണ്ട് എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ISS എന്ന പാർട്ടി ഉണ്ടാക്കി അതിലേക്ക് മദനി എന്ന നല്ലൊരു പ്രാസംഗികനെ മുന്നിൽ നിർത്തി ലീഗിനെതിരെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന ആശയം വിജയിപ്പിക്കുവാൻ അവർ ബാബറി മസ്ജിദ് വിഷയം ആളിക്കത്തിച്ചുകൊണ്ടുണ്ടാക്കിയ ഒരു രാഷ്ട്രീയ നെറികേടായിരുന്നു ഈ പൂന്തുറ കലാപം. അന്നെന്തുകൊണ്ടാണ് അത്തരത്തിലൊരു കലാപം ഉണ്ടാക്കിയെടുത്തത്? ആ കലാപത്തിൻ്റെ പിന്നിൽ എന്തൊക്കെയായിരുന്നു മറച്ചു വയ്ക്കപ്പെട്ടത്? ഇന്നും സത്യം കണ്ടെത്താൻ കഴിയാതെ ഉഴലുകയാണ് അത്തരത്തിലുള്ള ചില സംഭവവികാസങ്ങൾ. അത് ചരിത്രമായി തന്നെ ഉറങ്ങുകയാണ്. ആൻ്റണിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുവന്ന പല കാര്യങ്ങളുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. ലീഡർ കരുണാകരൻ രാജിവെച്ച ഒഴിവിൽ കേന്ദ്രത്തിൽ നിന്നും കെട്ടിയിറക്കിയ AK ആൻ്റണിയെ വിജയിപ്പിച്ചെടുക്കുവാൻ ഒരു ക്രിസ്ത്യൻ വോട്ട് പോലുമില്ലാത്ത തിരൂരങ്ങാടിയിൽ മത്സരിപ്പിച്ചപ്പോൾ AK ആൻ്റണിക്കെതിരെ മുസ്ലിം സമുദായം വോട്ട് ചെയ്യുന്നതിനായിട്ട് മറുചേരി ഉണ്ടാക്കിയെടുത്ത കലാപമായിരുന്നു വിഴിഞ്ഞം കലാപം. 1995 മെയ് മാസം 14 ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട 500ഓളം വരുന്ന മത്സ്യത്തൊഴിലാളികൾ മുസ്ലിം ഭാഗത്തിറങ്ങിയപ്പോൾ കലാപം പൊട്ടിപ്പുറപ്പെടുന്നു. കുടിലുകൾക്ക് തീയിടുകയും തീരത്ത് നിരത്തിയിട്ടിരുന്ന ബോട്ടുകൾ നശിപ്പിക്കുകയും ചെയ്യുന്നു. മൗലക്കണ്ണായിരുന്നു അന്നത്തെ ലക്ഷ്യം. ജനക്കൂട്ടം മൗലക്കണ്ണിനെയും പിതാവ് അബ്ദുൽ ഹമീദിനെയും കനത്ത തടികൾ കൊണ്ടുള്ള തുഴകൾ ഉപയോഗിച്ച് കൊലപ്പെടുത്തിയത് സാക്ഷ്യമായി ചരിത്രമായി നമ്മുടെ മുൻപിൽ നിൽക്കുന്നു. ഇതിനൊക്കെ പ്രതികാരമായിട്ട് മുസ്ലിം സമുദായം 5 ക്രിസ്ത്യാനികളെ ബലമായിട്ട് കടലിൽ മുക്കിക്കൊന്നത്രേ. കലാപം കഴിഞ്ഞു. 6 നാളുകൾക്ക് ശേഷം മെയ് 20 ഉപതെരഞ്ഞെടുപ്പ് നടന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്ലാനിങ്ങായി നാം കാണേണ്ടത് എന്ന് സൂചിപ്പിക്കുകയാണ്. ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് ചോദിച്ചാൽ, ഓരോ തിരഞ്ഞെടുപ്പ് കാലം വരുന്നതിന് മുമ്പും ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള കലാപങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമായി നമ്മളെല്ലാം മറക്കുകയാണ്. പക്ഷേ ആ ചരിത്രത്തിൻ്റെ ഏടുകളിൽ അതിൻ്റെ സത്യം പുറത്തു വരാൻ കഴിയാതെ ഒളിച്ചിരിക്കുന്നു എന്നുള്ള വസ്തുത കൂടി നാട്ടുകാരടക്കം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ്. ഇനി നമുക്ക് ഫസൽ, ആരുടെ രക്തസാക്ഷിയായിരുന്നു ഈ ഫസൽ? നമുക്കറിയാം 1972 തലശ്ശേരി കലാപത്തോടെ കയ്യിൽ കിട്ടിയ മുസ്ലിം വോട്ടുകൾ ഓരോരോ തിരഞ്ഞെടുപ്പുകളും ചോരുന്നതായി മനസ്സിലാക്കിയ എതിർ പാർട്ടിക്കാർക്ക് ചോർച്ച തപ്പുന്നതിനിടയിൽ ഫസൽ എന്ന ചെറുപ്പക്കാരൻ്റെ LDFിലേക്കുള്ള കാലുമാറ്റം ശ്രദ്ധയിൽപ്പെട്ടു. ഫസലിൻ്റെ വീടിരിക്കുന്ന ഭാഗത്തെ ആയിരക്കണക്കിന് മുസ്ലിം വോട്ടുകൾ പാർട്ടിക്ക് കിട്ടിയില്ല എന്ന് മനസ്സിലാക്കിയ എതിരാളികൾ കൊഴിഞ്ഞു പോകാതിരിക്കാൻ, ഇനിയും ഫസലുമാർ കണ്ണൂരിൽ നിന്നും കൊഴിഞ്ഞു പോകാതിരിക്കുവാൻ മെനഞ്ഞെടുത്തൊരു കൊലപാതകമായിരുന്നു ഫസലിൻ്റേത് എന്നുള്ളത് ചരിത്ര പുസ്തകമായി നമ്മുടെ മുമ്പിൽ തുറന്നു കാട്ടപ്പെടുന്നു. പക്ഷേ ഈ ഫസലിനെ വധിച്ചുകൊണ്ട് ആ ഷർട്ട് BJP ആസ്ഥാനത്ത് കൊണ്ടിടുകയും ചെയ്യുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. BJP നേതൃത്വം ഫസലിൻ്റെ ഭാര്യയെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ടു എന്നുള്ളത് അതും നമ്മുടെ മുമ്പിൽ നേർസാക്ഷ്യമായി നിൽക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ അവസാനം എന്ത് സംഭവിച്ചു? സുകുമാരൻ എന്ന CI, ആ CI ആദ്യം അന്വേഷിച്ച കേസിൽ CBI കാരായി സഹോദരങ്ങളെ കുറ്റക്കാരായി കണ്ടെത്തുന്നു എന്നുള്ളിടത്താണ് മറ്റൊരു സമാനതകളില്ലാത്ത ഇത്തരത്തിലുള്ള ചരിത്ര സംഭവങ്ങൾ വളച്ചടിക്കപ്പെടാൻ തുടങ്ങുന്നത് എന്നുള്ളതാണ്. എന്തുപറ്റി പിന്നെ കാരായി സഹോദരന്മാർക്ക്? ഇടവേളയ്ക്ക് ശേഷം. CA സുകുമാരനും കാരായിമാർക്കും എന്തു സംഭവിച്ചു? ഇത് ഞാനൊരു ഇടവേളയ്ക്ക് മുൻപ് പറഞ്ഞു വെച്ചതാണ്. അതേ CA സുകുമാരനും കാരായിമാരും പെൻഷൻ തടഞ്ഞു വെച്ചും ബലാത്സംഗം ആരോപിച്ചും CA സുകുമാരൻ്റെ ജീവിതം കോഞ്ഞാട്ടയാക്കിയ പാർട്ടിക്കാർ ആ കൊലപാതകത്തിൽ നിന്നും കാരായി സഹോദരന്മാരെ രക്ഷപ്പെടുത്തുവാൻ വേറെ 5 പേരെ കൂടി കുരുതി കൊടുത്തു എന്നുള്ളതാണ് വസ്തുത. ഒരു പാർട്ടി അനുഭാവിയോട് 5 ലക്ഷം ഓഫർ ചെയ്തുകൊണ്ട് RSSകാരനാകുവാൻ ആവശ്യപ്പെടുകയും കൊലപാതകം ഏറ്റെടുക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നുള്ളത് വസ്തുത. ആ പാവം അക്കാര്യം ചെയ്യില്ല എന്ന് പറഞ്ഞതേ ഓർമ്മയുള്ളൂ. 2 നാൾ കഴിഞ്ഞപ്പോൾ ആ പാവത്തിൻ്റെയും അവനോട് അക്കാര്യം പറയുവാൻ ഏൽപ്പിച്ചവൻ്റെയും മൃതശരീരങ്ങൾ തീവണ്ടി തട്ടിയ നിലയിൽ കാണപ്പെട്ടു എന്നുള്ളത് ചരിത്രമാണ്. സുകുമാരൻ സർക്കിളിൽ നിന്ന് നിവൃത്തിയില്ലാതെ പിടിച്ചു നിൽക്കുവാൻ BJPക്ക് അടിയറവ് പറഞ്ഞു എന്നുള്ളത് ചരിത്രം. ഇങ്ങനെ തോൽവികൾക്ക് മറുപടിയായി കലാപങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി വരാൻ പോകുന്നത് എന്ന ഒരു ചോദ്യം എപ്പോഴും ഉണ്ടാകാറുണ്ട്. 2004 പോയി കഴിഞ്ഞാൽ അവിടെയും ഒരു തോൽവിക്ക് മറുപടിയായിട്ട് കലാപമുണ്ടായ സാധ്യത
അല്ലെങ്കിൽ ഉണ്ടായ അവസ്ഥ ഉണ്ടായി എന്നുള്ളതാണ്. 2004 20 18 ലോക്സഭാ സീറ്റുകളുമായി ചരിത്രത്തിൽ ആദ്യമായിട്ട് ലോക്സഭയെ ഞെട്ടിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ അബ്ദുൽ നാസർ അതിനോട് കൂടെ സ്റ്റേജ് പങ്കുവച്ചും PP മുകുന്ദൻ്റെ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കുകയും ചെയ്തിട്ടും 16 സീറ്റുകളിൽ തോറ്റമ്പിയപ്പോൾ വോട്ടെണ്ണുന്ന ദിവസം രൂപം കൊണ്ട കലാപമായിരുന്നു ഭീമാപ്പള്ളിയിലേത് എന്നതാണ് മറ്റൊരാരോപണം. ഈ ഇന്ത്യയിൽ ലവ് ജിഹാദ് എന്ന ആശയം ഉത്ഭവിച്ചത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ നിന്ന് മാത്രമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അക്കാര്യം ഏറ്റവും കൂടുതൽ പ്രസംഗിച്ച് നടന്നത് സഖാവ് BS അച്യുതാനന്ദനായിരുന്നു. അതിൽ നിന്നുമാണ് സംഘപരിവാർ എന്ന ആ ആശയത്തെ സംഘപരിവാർ ആ ആശയം ഇന്ത്യ ഒട്ടുക്ക് വ്യാപിപ്പിക്കുവാനുള്ള വളരെ കൃത്യമായ നടപടികൾ സ്വീകരിച്ചു എന്നുള്ളതാണ്. മലപ്പുറത്തെ വിദ്യാർത്ഥികൾ കോപ്പിയടിച്ച് ജയിച്ചു എന്ന് പറഞ്ഞവർ അവർ തന്നെ പിന്നീട് വയനാട്ടിലെ ലീഗിൻ്റെ കൊടി പാകിസ്ഥാൻ കൊടിയാക്കി വടക്കേ ഇന്ത്യയിലെ സംഘപരിവാറുകാർക്ക് എറിഞ്ഞുകൊടുത്തു എന്നുള്ളതും നമ്മൾ കാണാതെ പോകരുത്. രാഷ്ട്രീയമായി എന്ത് വിവാദം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വന്നാലും അപ്പോൾ തന്നെ ഇറാഖിലേക്കും സിറിയയിലേക്കും ISIS റിക്രൂട്ട്മെൻ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ശ്രദ്ധ തിരിക്കലുണ്ടല്ലോ, അത് വളരെ കൃത്യമായി ചെയ്യുവാൻ കൺകെട്ട് വിദ്യകൾ കൊണ്ടു നടക്കുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയുന്നുള്ളതാണ്. കൺകെട്ട് വിദ്യകൾ ഇങ്ങനെ പൊളിയുമ്പോൾ ഇക്കളികളെല്ലാം ജനങ്ങൾക്ക് മനസ്സിലായി എന്ന് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ തെളിവുകളാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാഫിർ കളികൾ ഏൽക്കാതെ 1 ലക്ഷവും 1.5 ലക്ഷവും 2 ലക്ഷവും വോട്ടുകൾക്ക് മൂക്കും കുത്തി വീഴേണ്ടി വന്ന അവസ്ഥ ആ പാർട്ടികൾക്കുണ്ടായത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇനിയൊരു രാഷ്ട്രീയ ഭാവി ഇല്ലെന്ന് മനസ്സിലാക്കുന്ന അൻവറാകട്ടെ, ജലീലാകട്ടെ, റസാഖുമാറാകട്ടെ ഇപ്പോൾ ഇടവും വലവും നോക്കാതെ പിണറായി വിജയനെ നിർത്തിപ്പൊരിക്കുമ്പോൾ ശശിമാരായ കണ്ണൂരിലെ സീനിയർ സഖാക്കൾ അവരുടെ ശത്രുവായ ശശിക്കെതിരെ നീങ്ങുന്നു എന്നുള്ളത് പരമമായ യാഥാർത്ഥ്യമാണ്. ഐസ്ക്രീം കേസ് മുക്കിയതും സംസ്ഥാന കമ്മിറ്റി അംഗം പൂരം കലക്കുവാനും കേസുകൾ മുക്കുവാനും സ്വർണം കടത്തുവാനും കടത്തിയവരെ കടത്തുവാനും ഒക്കെ സഹായിക്കുന്ന കാഴ്ചയുമൊക്കെ നമ്മൾ കേട്ടറിവ് മാത്രമല്ല കണ്ടറിവ് കൂടിയാണ്. ഇന്നത്തെ കേരളത്തിൽ അൻവറും കൂട്ടരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് ആ പാർട്ടിയും പാർട്ടിക്കാരും കേരള ജനതയും എത്തുന്നു എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കുക. LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഉറപ്പാണ് LDF എന്നൊക്കെ പറഞ്ഞ് കേട്ടുകൊണ്ട് ആ കിറ്റിൽ വീണ മലയാളിക്ക് നല്ല നമസ്കാരം പറയാതിരിക്കാൻ കഴിയില്ല എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ ലോറൻസിൻ്റെ ശവസംസ്കാര ചടങ്ങിലടക്കം നമ്മൾ കാണുന്ന കാഴ്ച പാർട്ടിക്ക് പറ്റുന്ന അപജയങ്ങളല്ലേ. ഒരു പാർട്ടിയെ മാത്രം കുറ്റപ്പെടുത്തിയാലും മുന്നോട്ട് പോകണ്ട എന്നും കൂടി സൂചിപ്പിക്കുകയാണ്. കാരണം രാഷ്ട്രീയ കേരളം ഇന്നും അന്നോളം നേടിയിട്ടുള്ള എന്തും രാഷ്ട്രീയത്തിന് ബദലായി കൊണ്ടുവരുന്നത് കലാപങ്ങളാണെങ്കിൽ ആ കലാപങ്ങളുടെ എല്ലാ അർത്ഥത്തിലുമുള്ള അവസ്ഥ ഒരു പാർട്ടിക്ക് മാത്രമുള്ളതല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരാൾ വിജയിക്കുമ്പോൾ മറ്റൊരാൾക്ക് വിജയിക്കുന്നതിന് വേണ്ടി പല തരത്തിലുള്ള കളികൾ നടക്കാറുണ്ട്. കലാപക്കളികളിൽ പെട്ടുപോകുന്നത് പാവങ്ങളാണ് എന്ന് മനസ്സിലാക്കാതെ ജനങ്ങളെ ഇങ്ങനെ പിഴിഞ്ഞു ഭരിക്കുന്ന സംവിധാനത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികളെത്തുന്ന ഈ പാർലമെൻ്ററി ജനാധിപത്യമുണ്ടല്ലോ, ആ പാർലമെൻ്ററി ജനാധിപത്യത്തിന് ചിലപ്പോൾ ജനങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിച്ചതിൽ നിന്ന് 2 കൈയും നീട്ടി പുറംകടലിലേക്ക് വലിച്ചെറിയുവാനുള്ള സാധ്യതകളും ഇല്ല എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ജനങ്ങൾ മടുത്തു കഴിഞ്ഞു. ഞാൻ ആദ്യം സൂചിപ്പിച്ചത് 1972 ഫസൽ വധം മുതൽ ഇങ്ങ് അവസാനം വരെയുള്ള എല്ലാ തരത്തിലുള്ള കലാപങ്ങൾ, ആ കലാപങ്ങളിലടക്കം തെളിഞ്ഞു നിൽക്കുന്നത് രാഷ്ട്രീയക്കാരുടെ അവരുടെ മാത്രമുള്ള വിജയത്തിന് വേണ്ടിയിട്ടുള്ള പാർലമെൻ്ററി ജനാധിപത്യത്തിൽ വിജയങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭരണം നിലനിർത്തുന്നതിനുള്ള ശ്രമങ്ങൾ മാത്രമാണ് എന്നറിയുമ്പോൾ ഈ ജനങ്ങൾ അറിയാതെ പറയാതെ അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും അവർ ഇങ്ങനെ പൊട്ടിത്തെറിച്ചേക്കാം, ഇനിയൊരിക്കലും ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ വേണ്ട എന്ന്. അങ്ങനെ പറയുന്ന നാളുകൾ അകലെയല്ല, അത് വിദൂര സ്വപ്നം പോലുമല്ല എന്ന് പറയാതിരിക്കുവാനും കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഇനിയുള്ള തിരഞ്ഞെടുപ്പ് കാലങ്ങളിൽ മുഴങ്ങാൻ പോകുന്നത് എന്താണ്? 2026 എത്തപ്പെടുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള അംഗം മുറുകുമ്പോൾ അതിനു മുമ്പ് ഒരുങ്ങാൻ പോകുന്നത് ഏത് കലാപമായിരിക്കുമെന്നുള്ള വല്ലാത്ത ആത്മസംഘർഷത്തിലാണ് നമ്മുടെ ജനങ്ങളെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനിയുമുണ്ട് ചരിത്രത്തിൻ്റെ ഭാഗമായി തീർന്ന കലാപങ്ങൾ മാത്രമല്ല, ചരിത്രത്തിൻ്റെ ഭാഗമായി തീർന്നുപോയ ഒട്ടനവധി മനുഷ്യരുടെ കഥകൾ കൂടി. അത് അടുത്ത വാർത്താ വിചാരത്തിൽ. നന്ദി, നമസ്കാരം.